സെക്ടറിങ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ്. സെക്ടറിൻ്റെ കേസിൽ ഒരു സെല്ലിനെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യാതെ 3 or 6 സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് സെക്ടറിങ് ചെയ്യുന്നത്? കോ ചാനൽ ഇൻ്റർഫറൻസ് റെഡ്യൂസ് ചെയ്യാൻ. In sectoring, each cell is divided into sectors. A typical cell may be divided into എത്രയാണ്? ആൻസർ പറയൂ. 3 or 6 സെക്ടേഴ്സ്. നോർമലി 3 ആവാം, അല്ലെങ്കിൽ 6 സെക്ടേഴ്സ് ആയിട്ടാണ് സെൽ സെക്ടറിങ് നടക്കുന്നത്. സെക്ടറിങ് ഈസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് എങ്ങനെയാണ്? ഡയറക്ഷണൽ ആൻറ്റിനാസ്. സെക്ടറിങ് ഹെൽപ്സ് ടു എന്തിനാണ്? സെക്ടറിങ് ചെയ്യുന്നത് കോ ചാനൽ ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സെൽ സ്പ്ലിറ്റിംഗ് ആണ്. സോ ആൻ ആൻസർ ഡിക്രീസ് കോ ചാനൽ ഇൻ്റർഫറൻസ്. ഈച്ച് സെക്ടർ യൂസസ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. ഓരോ സെക്ടറിലും ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിക്ക് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഓരോ സെക്ടേഴ്സിൽ ഒരു സെല്ലിൽ മൊത്തത്തിലുള്ള ഫ്രീക്വൻസിനെയാണ് നമ്മൾ സെക്ടേഴ്സ് ചെയ്യുന്നത്. സോ ഈച്ച് സെക്ടർ യൂസസ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. ശ്രദ്ധിക്കണേ. The technique that divides the cell area into angular region ആയിട്ട് മാറ്റുന്നതിനെയാണ് സെൽ സെക്ടറിങ് എന്ന് പറയുക. ദ മോസ്റ്റ് കോമൺ സെക്ടറിങ് പാറ്റേൺ എന്ത് വരും? ഇതിലെന്ത് വരും ആൻസർ? മോസ്റ്റ് കോമൺ സെൽ സെക്ടറിങ് പാറ്റേൺ. ശ്രദ്ധിച്ചാന്നറിയാം, സെൽസ് സെക്ടറിൽ വരുന്നത് ഒന്നെങ്കിൽ 6 അല്ലെങ്കിൽ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക, അല്ലേ? 6 ആവുകയാണെങ്കിൽ 60 ഡിഗ്രി, 3 ആവുകയാണെങ്കിൽ 120 ഡിഗ്രി. ദ ആൻസർ ഈസ് 60 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി. Sectoring reduces the co-channel interference. Sectoring changes cell shapes from hexagonal to എന്ത് സൈസ് ആയിട്ടാണ് മാറുന്നത്? ശ്രദ്ധിക്കണം. പൈ ഷേപ്പ്. ഒരു ഹെക്സഗണൽ സെൽസിനെ 3 ഭാഗമായിട്ട് സെക്ടർ ചെയ്യുമ്പോൾ 120 ഡിഗ്രിയിൽ സെക്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ സെൽ ഷേപ്പിനെ പറയുന്നത് പൈ ഷേപ്ഡ്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് സെക്ടറിങ് ഈസ്, സെക്ടറിങ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇൻ്റർഫറൻസ് കുറയ്ക്കുക, അതായത് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക, ബെറ്റർ കോൾ ക്വാളിറ്റി. സെക്ടറിങ് എഫക്റ്റീവ്ലി ഇൻക്രീസസ് ഏതാണ്? കോ ചാനൽ റീയൂസ് റേഷ്യോ ആണ്. റീയൂസ് ഫാക്ടർ 1/n ആണ്. ഓക്കെ, റീയൂസ് റേഷ്യോ Q = D/R അല്ലെങ്കിൽ √3n. അപ്പം സെക്ടറിങ് എഫക്റ്റീവ്ലി ഇൻക്രീസസ് കോ ചാനൽ റീയൂസ് റേഷ്യോ. ഡയറക്ഷണൽ ആൻറ്റിനാസ് ഇൻ സെക്ടറിങ്. സെക്ടറിങ്ങിൽ നമ്മൾ ഡയറക്ഷണൽ ആൻറ്റിനാസ് ഉപയോഗിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിക്രീസ് ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്ഷണൽ ആൻറ്റിനാസ് ഉപയോഗിക്കുന്നത്. ഇൻക്രീസ് പവർ അല്ല കേട്ടോ. ഈ ഡയറക്ഷണൽ ആൻറ്റിനാസ് സെക്ടറിൽ ഉപയോഗിക്കുന്നത് ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് സെക്ടറിങ് ഈസ് എന്താണ്? മോർ കോംപ്ലക്സ് ബേസ് സ്റ്റേഷൻ സെറ്റപ്പ്. നമ്മൾ ഈ കേസിൽ സെൽ സ്പ്ലിറ്റിൻ്റെ കേസിൽ ഓരോ സെല്ലിലും പുതുതായിട്ട് ബേസ് സ്റ്റേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഒറ്റ ബേസ് സ്റ്റേഷനാണ്, പക്ഷെ അതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്? കോംപ്ലക്സ് ബേസ് സ്റ്റേഷൻ സെറ്റപ്പാണ്. Sectoring is mainly applied in dense urban cells. Okay.